ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. സോ ഇത് ഞാനങ്ങനെ പ്രീ പ്ലാൻ ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കണ്ടൻറ്റ് 2-3 ദിവസം കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നാളെ, അതായത് March 12 എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എനിക്ക് നാളെ 24 ഇയേഴ്സ് ആവും. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം രാത്രിയിലൊരു 10 മണി, ഏകദേശം 9:59, 10 മണി, കറക്റ്റ് 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാനിപ്പോൾ എന്തിനു വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു വീഡിയോ പോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വ്യൂ കൂടും, അങ്ങനെയല്ല എങ്കിലും എനിക്ക് ഭാവിയിൽ എൻ്റെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് അങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ ഈ ഒരു 24 ഇയേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു 24 വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടമൊന്നും അല്ല, കുറച്ച് നല്ല ടഫായിരുന്നു. ഒരു 18, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് വരെയൊക്കെ അടിപൊളിയായിരുന്നു. ഒരു സ്ട്രെസ്സില്ല, ഒരു ടെൻഷനില്ല, ഒന്നുമില്ല, നല്ല സ്മൂത്ത് ലൈഫ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. 18 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് വെല്ലുവിളികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ടു. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ മേ ബി ഒരു റിലേഷൻഷിപ്പിൽ നിന്നാവാം, എന്തെങ്കിലുമൊക്കെ ആവാം. എനിക്കും അതങ്ങനെ ഒരു ഇതിൽ തന്നെ ആയിരുന്നു. പക്ഷെ ആദ്യം കുറച്ച് നല്ല ഞാൻ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ തന്നെ ഞാനൊരുമാതിരി ഒരു ഏറ്റവും വലിയ സ്ട്രഗ്ലിങ് ഫേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പറയും. പക്ഷെ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നു. എന്നിട്ട് ഞാൻ ഏകദേശം എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വിത്തിൻ 1 മന്ത് ഞാനൊരു അടുത്തൊരു കോഴ്സ് പഠിച്ചു. ആ കോഴ്സ് അങ്ങോട്ട് പഠിച്ചിറങ്ങി തന്നെ 1 മന്ത് ആവുന്നതിന് മുമ്പ് ഞാൻ ജോലിക്ക് കയറി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 2-2.5 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ 23 വയസ്സായപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിലേ മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അപ്പൂപ്പനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം, ട്രോമ, മീൻസ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ എന്ത് പൊട്ടത്തരത്തിന്, എന്ത് തേങ്ങ, എന്തിനും എൻ്റെ കൂടെ, എൻ്റെ വീട്ടുകാരുടെ ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന നിലക്ക് എനിക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് പറയാൻ എന്തിനും ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ പോയി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ദുബായിലേക്ക് വരിക എന്നുള്ളത്. ദുബായിലേക്ക് എത്തി, ഞാൻ ഒരു ജോലി കണ്ടുപിടിച്ചു. കുറേ സ്ട്രഗ്ലിങ് ഫേസിലൂടെ കടന്നുപോയി. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ലൈഫ് എന്താണെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരാളുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും നമ്മളൊന്ന് ഒറ്റയ്ക്ക് താമസിക്കണം എന്നറിയത്തില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ആരൊക്കെ കാണും, നമുക്കൊരു പ്രശ്നം വന്നാൽ എത്ര പേര് കാണും. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ടൈം കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ അപ്പം കരയും. എന്താണെന്ന് എനിക്ക് കൂടി അറിയില്ല. പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം ബിഗ് ബോസ് എടുത്ത് കഴിഞ്ഞാൽ പറയാം, അനുമോൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. എക്സാക്ട്ലി ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അതായത് എനിക്ക് വന്നാലും സങ്കടം വന്നാലും ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇപ്പം എനിക്കിങ്ങനെ ഇമോഷൻസ് ഉള്ളിൽ, ഇപ്പം എനിക്ക് ആരോടെങ്കിലും പേഴ്സണലി ദേഷ്യം ഉണ്ടെങ്കിൽ മേ ബി അതും എൻ്റെ ഫേസിൽ അറിയാൻ പറ്റും. അതായത് എനിക്കിങ്ങനെ ഉള്ളിലൊന്നും വെച്ചിട്ട് പുറമെ ഊർന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതിപ്പോൾ എൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ആണോ ബാഡ് ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതേപോലെ വേറൊരിതാണ്, ഞാൻ ഓവറായിട്ട് എല്ലാവരും ട്രസ്റ്റ് ചെയ്യും. ഇപ്പം എന്നെപ്പറ്റി നിർത്താണ്ട് കുറ്റം പറയുന്നതായിരിക്കും. മേ ബി ആ കുറ്റം പറയുന്നത് മൊത്തം എനിക്കറിയാമായിരിക്കും. പക്ഷെ അവർ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അതെല്ലാം അപ്പാടെ മറക്കും. അവരത്രയും നാൾ എന്നോട് ചെയ്തിരിക്കുന്ന ഒന്നും പിന്നെ എൻ്റെ മൈൻഡിൽ ഓർമ്മ കാണത്തില്ല. അപ്പോൾ അതിനൊക്കെ എനിക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കും എല്ലാവരും പാവങ്ങളാണ്, എല്ലാവരും സ്നേഹമുള്ളവരാണ്, ഞാൻ അങ്ങോട്ടേക്ക് കാണിക്കുന്ന സ്നേഹം എല്ലാവർക്കും എന്നോട് തിരിച്ചുണ്ട്. ഈ ഒരു സാധനം ഞാൻ ഭയങ്കരമായിട്ട് കരുതുന്നുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ്, അതായത് ഈ ഒരു 4 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ദുബായ് വന്നിട്ട് 6 മാസം, ഈ ഒരു 6 മാസം കൊണ്ട് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചു എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെ ആൾക്കാരെ മനസ്സിലാക്കണം, എത്ര പേരെ കൂടെ നിർത്താൻ പറ്റും, എത്ര പേരെ കണ്ണിൽ പോലെ, അതായത് കാണുമ്പോൾ ഒരു ചിരിച്ചോ, പക്ഷെ നമ്പരുത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കുള്ള നമ്മളുടെ സ്ട്രഗ്ലിങ് ഫേസ്, ഒറ്റയ്ക്കുള്ളൊരു ജീവിതം പറയുമ്പോൾ ഭയങ്കര ഈസിയാണേ. അതായത് ദുബായിൽ വരുന്ന ജോലി എന്നാ സുഖമാണ്, എന്തെങ്കിലും ആട്ടെ, വാട്ടർ ഇറ്റ് ഈസ് നെവർ മൈൻഡ്. ബിക്കോസ് നമുക്കതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അതിപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ട്രോമാസ് ഉണ്ട്, നല്ല ഡിപ്രഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ബിക്കോസ് നമുക്കൊക്കെ ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഗേൾസിൻ്റെ കാര്യത്തിൽ പീരിയഡ്സ് ആകുമ്പോൾ വയറുവേദന എടുത്ത് ചത്ത് കിടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചൂടുവെള്ളം കൊണ്ടുതരാൻ അമ്മ അടുത്തില്ലാത്തൊരു ഫീലുണ്ടല്ലോ, അത് നമ്മൾ സ്വന്തമായിട്ട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ആ ഒരു മൊമെൻ്റൊക്കെ, ഒരു പനി വന്ന് കിടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വിക്സ് അല്ലെങ്കിൽ ഒരു ഡോളോ അല്ലെങ്കിൽ ഒരു പാരസിറ്റമോൾ എടുത്തരാൻ നമ്മുടെ അടുത്ത് ആരും ഇല്ല.
ആ ഒരു സിറ്റുവേഷൻ ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ആ ഒരു ഫേസ് നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും കടന്നു പോകണം. സോറി ഗൈസ്, അതിനിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി റൂമിലേക്ക് കയറി വന്ന് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയതാണ്. അവളെൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്, അതാരണം എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടെ എത്ര പേര് കാണും, അല്ലെങ്കിൽ നമുക്ക് എത്ര പേരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളായിട്ടൊന്ന് ജീവിക്കുന്ന അന്നേരമാണ് നമുക്കൊരു സന്തോഷം, ഒരു ഇമോഷണൽ മൊമെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ കാണില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, കിടക്കുന്നു, കുക്ക് ചെയ്യുന്നു. ഇതല്ലാണ്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ വീണ്ടും ഇപ്പം നാട്ടിൽ വെച്ചാണെങ്കിലും ഞാൻ കണ്ടിന്യൂസ് മറ്റേ വ്യൂസോ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ കൂടി എനിക്കിഷ്ടമായിരുന്നു വ്ളോഗ് ചെയ്യാൻ. ഇപ്പം മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ളവർ ഓരോന്ന് പറയുന്നുണ്ടായിരിക്കും. ഞാൻ അതൊന്നും ബോദർ ചെയ്യാണ്ട് എനിക്കിഷ്ടത്തിനനുസരിച്ച് എൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആൾക്കാർ കളിയാക്കി, എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ അതാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഈ ജോലി കിട്ടാത്തതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലി കിട്ടിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, അതായത് നമുക്ക് സമയമില്ലായ്മ, നമുക്ക് നമ്മളെപ്പോലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്തൊരു ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഞാൻ വീണ്ടും വിചാരിച്ചത് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അതായത് ഇപ്പം മറ്റേ ഈ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിക്കോയിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് പാടാൻ കഴിവുണ്ടോ? ഡാൻസ് കളിക്കാൻ അതും ഇല്ല. പിന്നെ ആകെ നീ വായ്ത്തള്ള അടിക്കാനാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്കെന്നാൽ ഇതേ പറ്റൂ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ അതൊക്കെയായിരുന്നു മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പം 24 വയസ്സാകുന്നു. 24 വയസ്സാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും റെസൊല്യൂഷൻ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്തൊക്കെയോ ഉണ്ട് മനസ്സിൽ, കുറേ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരല്ലല്ലോ, കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വർഷം കൊണ്ട്, അതായത് 25-ാമത്തെ വയസ്സിന് മുമ്പ് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊന്നും അല്ല. ടൈം എടുത്ത് ചെയ്യേണ്ട കുറേ ആഗ്രഹങ്ങളുണ്ട്. എല്ലാം ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നോട് തന്നെ എനിക്ക് പറയാനുള്ളത്, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം ഈ ഒരു 23 വർഷം എന്ന് പറയുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. കുറേ കുറ്റപ്പെടുത്തൽ, അവഗണനകൾ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സന്തോഷം തരുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, സങ്കടം തരുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലൈഫിൽ കുറേ ആൾക്കാരുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ എന്താ പറയുന്നത്, ഈ ബാഹ്യ സൗന്ദര്യം അങ്ങനത്തെ കുറേ കാര്യം ഇതിലൊന്നും ഇല്ലടാ. നമ്മളൊന്ന് കരയുമ്പോൾ നമ്മൾക്കൊന്ന് ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ഒരൊറ്റ വ്യക്തി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് തന്നെ മതി. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പല വീടും സാഹചര്യങ്ങളിലും വന്ന് നിൽക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പലരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനത്തെ നിമിഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ എന്നോട് തന്നെ ഞാൻ പറയാണ്, ഞാൻ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഈ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും, അവരും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം തുടക്കത്തിലെ വീട്ടുകാരാകുമ്പോൾ മറ്റേ ട്രിപ്പ് പോയിക്കോട്ടെ, പോകണ്ട, ഈ ഒരു മൈൻഡാണെങ്കിൽ കൂടി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവർ സാധിച്ചു തന്നിട്ടുണ്ട്. ഈ 23-24 വർഷം എന്നെ സഹിച്ചതിന് ഒരുപാട് നന്ദി. എൻ്റെ അനിയനോടാണെങ്കിലും കണ്ട അടിയും ബഹളവും ചീത്തകളിയാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ബിക്കോസ് ഈ ഒരു 24 years ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, ഐ നോ. പക്ഷേ ഐ ഡിഡ് ഇറ്റ്. സോ ഐ എം വെരി പ്രൗഡ്. ഇനി എല്ലാവരും എന്നെ ഇതുപോലെ സ്നേഹിക്കുക, സമാധാനിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ഓക്കെ, ബൈ. Advance happy birthday to myself. Bye.